15 ദിവസം ഞാൻ അവിടെ ആ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് മദ്യപാനമല്ലാതെ വേറെ ഒരു പണിയില്ല. കടയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ എൻ്റെ കൈക്ക് വേദന, കാലിന് വേദന, തലവേദന. ഞാൻ തിരിച്ച് വീട്ടിൽ പോവും. വീടിനടുത്ത് തന്നെയാണ് കട. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? ഇത്രയും പ്രാർത്ഥനയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും എന്ത് പറ്റി? അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഒരു രാത്രി ഒരു സമയമായപ്പോൾ എൻ്റെ അടുത്ത് ആരോ ഒരു വെള്ള സാരി ഉടുത്ത്, ആരാണെന്ന് എനിക്കറിയില്ല, ആ വെള്ള സാരി ഉടുത്ത് എൻ്റെ അടുത്ത് വരുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഓർത്ത് ഏതോ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ സഹായം ചോദിച്ച് വരുന്നതാണ് എന്ന് വെച്ചുകൊണ്ട് ഞാൻ മുഖം കണ്ടില്ല. ഞാൻ അപ്പം ചോദിച്ചു, എവിടുന്നാണ് വരുന്നത്? ആ പേപ്പർ കാണിക്കാൻ പറഞ്ഞപ്പോൾ പേപ്പർ എന്നെ കാണിച്ചപ്പോൾ വേഗം ഞാൻ അതിനകത്ത് നോക്കിയപ്പോൾ കൃപാസനം എന്ന പേര് എഴുതിയിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ മാതാവിൻ്റെ മുഖമാണ് കണ്ടത്. മാതാവ് എന്നെ നോക്കി ചിരിച്ച് എൻ്റെ അടുക്കള ഭാഗത്തൂടെ പോകുന്നതായിട്ട് ഞാൻ കണ്ടു. തൊട്ടടുത്ത ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യമേ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ് ഞാൻ. എൻ്റെ പേര് അനൂസി ജോയി. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ആദ്യമേ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ വൈഫ് ഉടമ്പടി എടുക്കുവാൻ വേണ്ടി. അന്നേരം ഞാനും വരും, കൂടെ വരും. വന്ന് ആ കസാരയിൽ ഇങ്ങനെ അവിടെ ഇരിക്കും, മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കും, എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവും. അങ്ങനെയായിരുന്നു. അങ്ങനെ വീട്ടിൽ വരുമ്പോൾ വൈഫ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറയും. അപ്പോൾ ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കും. മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലും. പിന്നെ അച്ഛൻ്റെ പ്രസംഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇവിടെ വന്ന് ഞാൻ തിരിച്ചു പോയി. എനിക്കൊരു ചെറിയ കടയാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി ഇവിടെ വന്നെടുത്തത് ജൂലൈ 15-നാണ്. ജൂലൈ 1 ആയപ്പോഴേക്കും ഞാൻ ആദ്യം ചെറിയ മദ്യപാനിയായിരുന്നു. അധികമില്ല, എന്നാലും കുറേശ്ശെ. ജൂലൈ 1 മുതൽ 15-ാം തീയതി വരെ കട പോലും തുറക്കാതെ മുക്കുറ്റം മദ്യപിച്ച് വീട്ടിലിരിക്കുക. അന്ന് വൈഫ് ഇവിടെ ഇല്ല, വൈഫിനൊരു ജോലി കിട്ടി. മദ്യപിച്ച് വീട്ടിലിരിക്കുകയാണ്, കട തുറക്കത്തില്ല, ഒന്നുമില്ല. എന്നാൽ ബൈബിൾ വായനയുണ്ട്, മദ്യപിച്ചിട്ടല്ല, അല്ലാതെ തന്നെ മനസ്സിലുണ്ട്. പക്ഷെങ്കിൽ 15 ദിവസം ഞാൻ അവിടെ ആ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് മദ്യപാനമല്ലാതെ വേറെ ഒരു പണിയില്ല. കടയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ എൻ്റെ കൈക്ക് വേദന, കാലിന് വേദന, തലവേദന. ഞാൻ തിരിച്ച് വീട്ടിൽ പോവും. വീടിനടുത്ത് തന്നെയാണ് കട. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? ഇത്രയും പ്രാർത്ഥനയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും എന്ത് പറ്റി? അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഒരു രാത്രി ഒരു സമയമായപ്പോൾ എൻ്റെ അടുത്ത് ആരോ ഒരു വെള്ള സാരി ഉടുത്ത്, ആരാണെന്ന് എനിക്കറിയില്ല, ആ വെള്ള സാരി ഉടുത്ത് എൻ്റെ അടുത്ത് വരുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഓർത്ത് ഏതോ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ സഹായം ചോദിച്ച് വരുന്നതാണ് എന്ന് വെച്ചുകൊണ്ട് ഞാൻ മുഖം കണ്ടില്ല. ഞാൻ അപ്പം ചോദിച്ചു, എവിടുന്നാണ് വരുന്നത്? ആ പേപ്പർ കാണിക്കാൻ പറഞ്ഞപ്പോൾ പേപ്പർ എന്നെ കാണിച്ചപ്പോൾ വേഗം ഞാൻ അതിനകത്ത് നോക്കിയപ്പോൾ കൃപാസനം എന്ന പേര് എഴുതിയിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ മാതാവിൻ്റെ മുഖമാണ് കണ്ടത്. മാതാവ് എന്നെ നോക്കി ചിരിച്ച് എൻ്റെ അടുക്കള ഭാഗത്തൂടെ പോകുന്നതായിട്ട് ഞാൻ കണ്ടു. തൊട്ടടുത്ത ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ഇവിടെ ഇങ്ങനെ ഈ മൂലയ്ക്കാണ് ഇരുന്ന് ഞാൻ മാതാവിനോട് എൻ്റെ ജീവിതത്തിൽ, എനിക്കിപ്പോൾ 43 വയസ്സായി, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഞാൻ കരഞ്ഞിട്ടില്ല. ഞാനിവിടെ വന്നിരുന്ന് കരഞ്ഞ് മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ മദ്യപാനം നിർത്തി തരണം, അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് തരണം. ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരാണോ രക്തമാണോ വന്നതെന്ന് അറിയത്തില്ല. ഞാൻ അന്ന് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി. അതിൽ പിന്നെ മദ്യപാനം എന്ന് പറയുന്ന കാര്യം പോലും ചിന്തിക്കാറില്ല. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന, നേരത്തെ നമ്മൾ ബൈബിൾ എടുത്തിട്ട് വായിക്കും, 1-2 അധ്യായങ്ങളൊക്കെ വായിക്കും. എന്തുവാ വായിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അതേസമയം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളതാണ്. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അച്ഛൻ്റെ ധ്യാനം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ, നമുക്കിപ്പോൾ വലിയ ആവശ്യങ്ങൾ, ചെറിയ ആവശ്യങ്ങളാണെങ്കിൽ പോലും മാതാവിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ അത് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ വെഞ്ചരിച്ച ഉപ്പ്, എൻ്റെ വീട്ടിൽ വെള്ളത്തിന് ക്ഷാമമാണ്. ഒരു ഡിസംബർ 27 ആയപ്പോൾ തന്നെ എൻ്റെ കിണറ്റിലെ വെള്ളം പറ്റി. ഞാൻ നോക്കിയപ്പോൾ 500 ലിറ്ററിൻ്റെ ടാങ്കിനകത്ത് 200 ലിറ്റർ വെള്ളമാണ് കയറിയത്. കണ്ടിച്ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ശകലം വെള്ളമില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ, ഒന്നെങ്കിൽ മഴ പെയ്യിപ്പിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉറവ തരണം. ഞാൻ ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പ് സർവ്വശക്തിയുള്ള ചൊല്ലി, കൃപ നിറഞ്ഞ മറിയമേയും സ്വർഗസ്ഥ പിതാവേയും ചൊല്ലി കൊണ്ടുവന്ന് അതിനകത്തിട്ട്, പിറ്റേ ദിവസം ഞാൻ എന്നാൽ വെള്ളക്കാരനെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം ഓർത്ത് ഇതുപോലെ ഉപ്പിട്ടല്ലയോ, പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി നോക്കി കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം. ഒരു 3/4 ടാങ്ക് വെള്ളം എൻ്റെ കിണറ്റിൽ
എൻ്റെ കിണറ്റിൽ ഇപ്പോഴും ഈ ദിവസം വരെ എന്നേ പറ്റേണ്ടതാണ്, ഡിസംബർ ലാസ്റ്റിൽ പറ്റേണ്ട കിണർ ഇപ്പോഴും ഞങ്ങൾക്ക് ഓരോ ദിവസവും മോട്ടർ അടിക്കാനുള്ള വെള്ളം തരുന്നുണ്ട്. അതുപോലെ എൻ്റെ വൈഫിന് BP പ്രശ്നം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരു ലാസ്റ്റിൽ ഈ BP കൂടി വൈകുന്നേരം ആശുപത്രിയിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതാണ്. മാതാവിൻ്റെ സഹായത്താൽ ഇപ്പോൾ ആ അസുഖം അവിടുന്ന് മാറിക്കിട്ടി. ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതം തന്നെ നേരെ നടന്ന ഒരു വ്യക്തി, 41 വയസ്സ് വരെ നടന്ന ഒരു വ്യക്തി നേരെ തിരിച്ച് നടക്കുന്ന ഒരു രീതിയായി അമ്മ മാതാവിന് കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് കടയാണ്. അപ്പോൾ കടയിൽ വരുന്നവർക്ക് ഞാൻ പേപ്പർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ കൊടുത്തിട്ട് ഞാൻ പറയും, ഇതിനെല്ലാം സാക്ഷി ഞാനാണ്, നിങ്ങൾ എൻ്റെ കാര്യം എനിക്ക് കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞിട്ട് അവർക്ക് ഈ പേപ്പർ കൊടുക്കും. അവരോട് പറയും, നിങ്ങൾ അവിടെ ചെല്ലുക, അല്ല ചുമ്മാ പോയിട്ട് കാര്യമില്ല, നിങ്ങൾ വിശ്വാസത്തോടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100-ൽ 150% നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ അവരോട് പറഞ്ഞ് അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തും. പിന്നെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പെൻസിലുകൾ, ബുക്കുകൾ, പിന്നെ വസ്ത്രങ്ങൾ ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഫേസ്ബുക്കുകളിലൊക്കെ വരുന്ന പാവങ്ങളായ ആൾക്കാർക്ക് ഗൂഗിൾ പേ വഴി പൈസകളും അങ്ങനെ ചെറിയ ചെറിയ സഹായം, കൂടുതൽ സഹായമില്ല, ചെറിയ ചെറിയ സഹായം. ഏറ്റവും വലുത് എനിക്ക് ഈ ഉടമ്പടി എടുത്തത് എൻ്റെ ജീവിതം തന്നെ മാറി. എൻ്റെ സ്വഭാവ രീതിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് എനിക്ക് വന്നിരിക്കുന്നത്. എൻ്റെ വൈഫും ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവൾക്കും ഏതാണ്ട് പറയാനുണ്ട്, അത് ഞാൻ പറയാം. എൻ്റെ പേര് ബിബിന എന്നാണ്. ഞാൻ എടുത്തിരിക്കുന്നത് തീർത്ഥാടന ഉടമ്പടിയാണ്. 22-ലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു, ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലാണേലും കൊറോണയുടെ ഇതിൽ ഞങ്ങൾ നാട്ടിൽ ഷിഫ്റ്റ് ആയതാണ്. ജോലിയൊക്കെ പോയി സാമ്പത്തികമായും മാനസികമായും ഞങ്ങൾ ഒത്തിരി തകർന്നു നിന്ന അവസ്ഥയിലാണ്. എൻ്റെ നാത്തൂനും എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരിയും പേരിങ്ങനെ കൃപാസനത്തെ പറ്റി പറയുന്നതും അതിനെപ്പറ്റി അറിയാനായിട്ട് ഇടയായതും. അങ്ങനെ 2022 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടുത്തെ പ്രാർത്ഥന ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ നിൽക്കാൻ തന്നെ കാരണം. ഇവിടെ ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളെ മാനിച്ചു ഞങ്ങളുടെ ദൈവം. അതുപോലെ തന്നെ നല്ലൊരു ജോലി, അതായത് ഞാൻ പുറത്തായിരുന്നു, ഇന്ത്യയിൽ തന്നെ നല്ലൊരു സാലറിയോടുകൂടി എനിക്ക് നല്ലൊരു ജോലി തന്നെ എൻ്റെ ദൈവം എന്നെ മാനിച്ചു. ഒത്തിരി അഹങ്കരിച്ചിരുന്ന വ്യക്തിയാണ്, പാസ് ഔട്ടായി അന്നേരം തന്നെ നല്ലൊരു ജോലി അബ്രോഡ്. അതായത് നമ്മൾ എന്തുവാ പറയുന്നത്, പഠിക്കുന്ന സമയത്താണേലും എല്ലാം കൊണ്ടും പൈസയ്ക്ക് പൈസ, കഴിവിന് കഴിവ് എല്ലാം തന്ന ഒത്തിരി അഹങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതം തന്നെ ഒത്തിരി മാറി. മാതാവിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ അത് മുഖേന എനിക്ക് സാധിച്ചു. അതിന് ഞാൻ 100 കോടി നന്ദി പറയുന്നു എൻ്റെ മാതാവിനും തിരുക്കുമാറിനും. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം